നോക്കടാ, ഒരു വീഡിയോ എടുക്കുവാണ്. വീഡിയോ ഗൈസ്, ഇതാണ് നമ്മുടെ മോഹൻലാൽ നരൻ ഷൂട്ടിങ്ങിൽ ഇറങ്ങിയ കറക്റ്റ് സ്പോട്ട്. ഞാൻ എല്ലാവരും കാണിച്ചു തരാം. ജസ്റ്റ് മോഹൻലാൽ കറക്റ്റ് ആ വയറിൽ മറ്റേ വള്ളിയൊക്കെ ഇട്ടിട്ട് പിടിക്കുന്ന സ്ഥലമില്ലേ, അതാണ് ഞാനിപ്പോൾ ഇടുന്ന സ്ഥലം. അവിടെയാണ് നമ്മുടെ ചേട്ടന്മാർ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഞാനൊരു നരൻ, പുതുജന്മം നേടിയ നരൻ, നരൻ ഞാനൊരു നരൻ. ഒരു മിനിറ്റ്, ഇതാണ് കൊട്ടവഞ്ചി കേട്ടോ. ഇതാണ് കൊട്ടവഞ്ചി. പക്ഷേ മഴ കൂടുതലുള്ള കാരണം ഇല്ലില്ല, മഴ കൂടുതലുള്ള കാരണം കൊട്ടവഞ്ചി ഞങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടില്ല. കൊട്ടവഞ്ചി ഏതാണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ഉൾവശം. ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് കൊട്ടവഞ്ചി. വെള്ളം കൂടുതലുള്ള കാരണം ഇപ്പം ഞങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടില്ല. അവർ ഞങ്ങൾ വന്ന സമയം നല്ലതല്ലെങ്കിലും പക്ഷേ ഈ വെള്ളമൊഴുക്ക് കുത്തൊഴുക്ക് കാണാൻ സാധിച്ചത് സന്തോഷം. ഓക്കെ, ഗുഡ്. എടാ, ഫോട്ടോ എടുത്താലോ? ഇതാണ് മറ്റേ നരനിലെ മറ്റേ മോഹൻലാൽ തോളയിട്ട് പോകുന്ന ഒരു ഭാവനയുടെ മേടിക്കുന്ന ആടില്ലേ, ഇതാണ് ആട് കേട്ടോ. ഇതിൻ്റെ പേര് ഗൗരി. അത് പോയി ഗൗരി. ഗൈസ്, നരൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ് അവരിവിടെ ഡെവലപ്പ് ചെയ്ത സ്ഥലമാണ് ഈ കാണുന്നത്, നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ചേട്ടന്മാർ നമ്മുടെ ബ്രോസാണ്. ഓരോ തുണികാരി ഓരോ പോസ് അടിച്ചിരിക്കുവാണ്. അതാണ് കലേഷ്, സിനിമാടൻ കലേഷ്. അത് നമ്മുടെ ചേട്ടന്മാരെല്ലാം പോസ് ചെയ്ത് നിൽക്കുന്നതാണ്. ഇതാണ് കറക്റ്റാ സ്പോട്ട്. ഓക്കെ, ഇതാണ് ഈ ഒരു അവിടുന്ന് ഡാം തുറന്നു വിട്ട് വരുന്ന വെള്ളമാണ് ഈ വരുന്നത്. അതുകൊണ്ട് ഈ ഒരു ഭീകരതയാണ് കേട്ടോ. നരൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഡാം തുറന്നു വിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാക്കി, ആർട്ടിഫിഷ്യലായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് ആ സമയത്ത് ഷൂട്ട് ചെയ്ത അവസ്ഥയാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ഒറിജിനലായിട്ട് ഡാമിലെ വെള്ളം തുറന്നു വിട്ടേക്കുന്നതാണ്. ഈ കാണുന്നതാണ് കൊട്ടവഞ്ചികൾ. ഉണ്ടോ, നിറയെ കൊട്ടവഞ്ചികളാണ്. ഇപ്പോൾ അവർക്ക് സീസൺ ടൈം അല്ലത്. ഇപ്പോൾ ഇറക്കി വിടുന്നില്ല, വെള്ളം കൂടുതൽ കാരണം ഡേഞ്ചറസ് ആണ്. നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുന്നൊരവസ്ഥയാണ്. കൊട്ടവഞ്ചികളുടെ കൂമ്പാരാണ് കേട്ടോ, നിറയെ കൊട്ടവഞ്ചികൾ. കൊക്കരക്കൽ തീർച്ചയായിട്ടും വന്നത് ഒരു വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ കൊട്ടവഞ്ചി ആ സമയത്ത് ഇറങ്ങാൻ പറ്റുന്ന സമയമാണെങ്കിൽ ഇച്ചിരി നല്ലതായിരിക്കും. ഇവിടെ ഓരോ ചേച്ചിമാരൊക്കെ അലക്കുന്നൊരു ഷോട്ടാണ്. ഇവിടുത്തെ ലോക്കൽസ് ആയിരിക്കും, അല്ലാത്തവർക്ക് ഇവിടെ പ്രവേശനമില്ല. ഞങ്ങൾ അല്പം ബ്രൈബൊക്കെ കൊടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇതാണിപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ കണ്ടോ. നമ്മുടെ ഒരു ബ്രോ കാലൊന്ന് കഴുകാൻ വേണ്ടി, കൃഷ്ണകുമാറേ അത് മതിയേ, ചുമ്മാ നോക്കുന്നു. നമുക്ക് കാരണം ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ പേടിയാവുന്നൊരവസ്ഥയാണ്. ഈ ഒരു എന്താ പറയുക, ഉരുളുപൊട്ടിയൊക്കെ സമാനമായ രീതി അതുപോലെ വെള്ളം ഒഴുകുന്നൊരു സീൻ. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ചേട്ടന്മാരൊക്കെ നിൽക്കുന്നു. ഇതാണ് ഫോട്ടോ അല്ലേ, വീഡിയോ ആണേ. കുഴപ്പമില്ല, കൃഷ്ണകുമാറാണ്. ഒത്തിരി റിസ്ക് ഇല്ല. ഇത്ര സൈഡിൽ കൂടെ ഒക്കെ പോയി ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു, കുഴപ്പമില്ല. എനിവേ, നോട്ട് ഡേഞ്ചറസ്. ഓക്കെ, കയറി പോരെ. ഇത് ശരിക്കും തിരയടിക്കുന്ന പോലെ പോലീസുകാരുടെ ഒരു കയറൊക്കെ കിട്ടിയിട്ടുണ്ട് ആൾക്കാർ ഇറങ്ങാതിരിക്കാൻ. ഒരു തിരയൊക്കെ അടിക്കുന്ന പോലെയാണ് വെള്ളം കൂടെ അടിച്ച് കയറുന്നത് കണ്ടോ. ഇവിടെയൊക്കെ ശരിക്കും നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഇവിടെയൊക്കെ ഇറങ്ങിയെന്ന് വെച്ചാൽ നമുക്കൊരു അതൊരു അഭിമാനം എന്നല്ല, നമുക്കൊരു പേടിപ്പെടുത്തുന്ന കാര്യമാണ്. ഒരു പരിധിവരെ അദ്ദേഹം ഇവിടുന്ന് വെള്ളത്തിൽ ചാടും എന്നൊക്കെ പറഞ്ഞാലേ, വെള്ളപ്പൊക്കം ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ആയിട്ടാണ് നമുക്ക് പേടിപ്പെടുത്തുന്നൊരു കാര്യമാണ്. എന്നാലും ബിഗ് സല്യൂട്ട് മോഹൻലാൽജി. ഇതൊക്കെ മറ്റൊരു വ്യൂ പോയിൻ്റാണ്. അല്ല ചേട്ടാ, ചുമ്മാ എടുക്കുന്നു, റെക്കോർഡ് ചെയ്യുന്നത്. ശരിക്കും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മീനൊക്കെ ലൈവായിട്ട് ഇവിടുന്ന് പിടിച്ച് വറുത്ത് നമുക്ക് വേണം. ഓരോരുത്തരും കുടിൽ വ്യവസായം പോലെ ചെയ്യുന്ന സാധനങ്ങൾ. ഇതൊക്കെ ഡാമിൽ നിന്ന് പിടിച്ച മീനുകളാണെന്ന് തോന്നുന്നു. ഇവിടെ അടിക്കിട്ട ചീഞ്ഞ മീനാണ് അല്ലെന്ന് തോന്നുന്നു, ഫ്രഷ് മീനാണ്. ഒക്കെ അവിടെ പിടിച്ചിട്ടേക്കുന്ന മീനുകളാണ്. അതിലവിടെ ഒരു തടി കണ്ടില്ല. ആ തടി നരൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് മോഹൻലാലിന് വിട്ടുപോയ തടി കണ്ടല്ലോ, ആ തടിയാണ് കേട്ടോ ആ കാണുന്ന തടി. ഇതൊക്കെ എൻ്റെ ഭാവനയിൽ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. എല്ലാം ഞങ്ങളുടെ ഭാവനയാണ്. അമ്പലമല്ല, ഒരു പ്രതിഷ്ഠ. ഒരു പ്രതിഷ്ഠ.
ഇവിടുത്തെ ലോക്കൽ ചേട്ടനാണ്, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു. ஒரு வாழை கொண்டு போனாரு பாருங்க. இல்லடா கடக்காக ஒண்ணுடா. உங்களுக்கு என்ன வீடியோ வாங்க. பக்க. யாரே விட்டோல்லையா. அது மணி சகல மணி யார் நிக்குது? வாங்க சார், வாங்க வாங்க வாங்க. ഇതെൻ്റെ ബ്രോസാണ്. ഹരിമുഖചാട്ടൻ, ഗോപകുമാറണ്ണൻ, അനിക്കുട്ടൻ, കലേഷ്, ഒരുത്തരും ഉണ്ടായിരുന്നു. അവനെ കാണുന്നു. അല്ല ഒരു മീൻ എടുത്ത് കാണിച്ചേക്കാം. ഇത് ഫ്രഷായിട്ട് ഇപ്പോൾ പിടിക്കുന്ന മീനാണ്. അല്ല, ആ അടിപൊളി അടിപൊളി. പെടക്കണ മീൻ. ഓക്കെ, പെടക്കുന്നില്ല. അതിലൊരു കൊക്ക് കളിക്കാനാണ് ഇപ്പോൾ എടുത്ത്. ആ ദൂരെ കാണാം, നമുക്ക് ദൂരെ കാണാം. ദൂരെ കാണാം. കണ്ട അത് കണ്ടോ? മുങ്ങിപ്പോയി. സ്റ്റോക്ക് ചെയ്താ ഈ വെള്ളം അങ്ങോട്ടായില്ല, ഇവിടെ കൊണ്ട് ഒഴുക്കി നിൽക്കുകയല്ലേ. മഴ പെയ്തപ്പോൾ ഞങ്ങൾ കൊട്ടവഞ്ചിക്ക് അത് അഭയം പ്രാപിച്ചാണ്. അയ്യോ, ചേട്ടന്മാരെല്ലാം വരുന്നുണ്ട്. ആ പുറകോട്ട് പോരെ. എല്ലാവരും പോരെ. ആ ഞങ്ങളെല്ലാം വന്നാച്ച ഒരു കൊട്ടവഞ്ചിയുടെ കീഴിലാണ്. ഞങ്ങളുടെ ചേട്ടന്മാരെല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ. നല്ല മഴ. ഉൾപ്പെടോ